നമ്മളിന്ന് നോക്കുന്നത് യൂട്യൂബ് തമ്പനെയിൽ മേക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നൊക്കെ അത്രയും വീഡിയോസാണ് യൂട്യൂബിൽ ആളുകൾ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിലും ഒന്ന് അതിൽ ക്ലിക്ക് വരണമെങ്കിലൊക്കെ നമ്മൾ അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള തമ്പനെയിൽ ഉണ്ടാക്കണം. അപ്പം എന്നാലേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അതിനായുള്ള ആകർഷണമുള്ള തമ്പനെയിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു സൈറ്റാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം. അതിൽ സെർച്ചിൽ ക്യാൻവ എന്നടിക്കാം. canva.com ക്യാൻവ എന്നടിച്ചാൽ മതി, അപ്പോൾ തന്നെ വരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ള ക്യാൻവ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ അതിൽ നമുക്ക് പുതിയൊരു തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിന് പ്ലസ് ബട്ടൺ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം താഴെ. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യാനും ഇൻസ്റ്റാഗ്രാമത്തെ പ്രൊഫൈൽ പിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ പിക്ചറും ഒക്കെ ഇതിലുണ്ടാക്കുക, യൂട്യൂബ് ബാനറും ഒക്കെ ഇതിലുണ്ടാക്കുക. അപ്പോൾ ഇതിലുണ്ടാക്കിയ എന്താ പ്രത്യേകത വെച്ചാൽ യൂട്യൂബ് പ്രൊഫൈൽ പിക്കൊക്കെ ഇതിലുണ്ടാക്കി അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവും. നമ്മളെ വീഡിയോസ് ആൾക്കാർ പല പ്ലാറ്റ്ഫോമിൽ നിന്നാവും കാണുക, കമ്പ്യൂട്ടറിനും ഒക്കെ കാണുക. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള തമ്പനെയിലും പ്രൊഫൈൽ പിക്കൊക്കെ ആണെങ്കിൽ ഓരോ ഇതിൽ വലുതാക്കിയിട്ട് കാണുമ്പോൾ നല്ല ക്ലിയറോടെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിലാകുമ്പം അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് തമ്പനെയിലൊക്കെ മേക്ക് ആവുക. അപ്പോൾ നമ്മളിന്ന് തമ്പനെയിലാണല്ലോ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് യൂട്യൂബ് തമ്പനെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1250 × 720 പിക്സലാണ് കേട്ടോ യൂട്യൂബ് തമ്പനെയിലിൻ്റെ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ ഇതിൽ കണ്ടോ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി തമ്പനെയിൽസാണ് ഇതിൽ വരുന്നത്. നമുക്കിതിൽ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി നമ്മളെ ചാനലിന് പറ്റിയ എന്താ വെച്ചാൽ അതും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഫുഡാണെങ്കിൽ ഫുഡ് എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ ഫുഡിന് പറ്റിയ തമ്പനെയിൽസ് കുറേ വരുന്നുണ്ട്. എന്താ അപ്പോൾ ഇതിൽ ഈ പ്രോ എന്ന് പറഞ്ഞ വെർഷനുള്ളത് കണ്ടോ, ഒരു കിരീടത്തിൻ്റെ ചിഹ്നമുള്ള അത് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പൈസ അടച്ചിട്ട് വേണം അത് ഉപയോഗിക്കാൻ. ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ക്വാളിറ്റി തമ്പനെയിൽസ് അല്ല, നല്ല വിഷ്വലുള്ള തമ്പനെയിൽസൊക്കെ ഒരു പൈസ അടച്ചിട്ടാണ് നമുക്ക് എടുക്കേണ്ടി വരിക. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നല്ല അടിപൊളി തമ്പനെയിൽസ് ടെംപ്ലേറ്റ്സ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അതാ ഫ്രീ ആയിട്ടുള്ളൊരു ചിക്കനല്ല ഗ്രില്ലഡ് ചിക്കൻ്റെ ഒരു ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഇത്രയും നല്ല പിക്ചറാണ് ഇതിൽ നമുക്ക് കിട്ടുക. അപ്പോൾ എന്ത് സെർച്ച് ചെയ്താലും അത് വരും. നമ്മളെ ചാനലുമായി ബന്ധപ്പെട്ട തമ്പനെയിൽ നമുക്ക് ഉണ്ടാക്കാൻ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിലിതാ നമുക്കിത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത് തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ സാധാ അക്ഷരങ്ങളാണ് വരിക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രില്ലഡ് ചിക്കൻ എന്ന് ടൈപ്പ് ചെയ്തേക്കാം. അപ്പോൾ കണ്ടോ ആ ഇതിൻ്റെ മുന്നേ ഉണ്ടായ ലെറ്റർ സ്റ്റൈൽ തന്നെയാണ് നമ്മൾ അടിക്കുമ്പോൾ വരണത്. കണ്ടോ അപ്പോൾ ഗ്രില്ലഡ് ഇത് ഞാൻ മംഗ്ലീഷ് ഇതാക്കിയോണ്ടാണ് മംഗ്ലീഷ് വന്നത് കേട്ടോ കീബോർഡ്. കണ്ടോ ഗ്രില്ലഡ് ചിക്കൻ. അപ്പോൾ ആ ഇതിൽ തന്നെ നമുക്ക് ആ സ്റ്റൈലിൽ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റി കേട്ടോ. അതുപോലെ മേലത്തതും അതുപോലെ ടൈപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ സ്റ്റൈല് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാം, രണ്ടും ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് പ്ലസ്സിൽ കൊടുത്ത് ടെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് ഹെഡ്ലൈന് കൊടുക്കാം. ഹെഡ്ലൈന് കൊടുത്തു കഴിഞ്ഞാൽ സാധാ ടൈപ്പിംഗ് ആണ് വരിക. അപ്പോൾ അല്ലെങ്കിൽ നമുക്കിതിൽ ഇഷ്ടംപോലെ സ്റ്റൈലുണ്ട്. ഇതിൽ ഏത് വേണമെന്ന് നോക്കിയാൽ അത് സെലക്ട് ചെയ്തിട്ട് ആ രീതിയിൽ നമുക്ക് നമ്മളെ തമ്പനെയിലിൽ ഈ സ്റ്റൈൽ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇനി വേറെ ഏത് വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ മാറ്റാം. കണ്ടോ ഡിലീറ്റ് ഇമേജ്, അപ്പോൾ അത് പോയിട്ടുണ്ട്. ഡിലീറ്റ്
അപ്പോൾ കണ്ടോ പ്ലെയിൻ ആയിട്ടുണ്ട്. ഫോട്ടോസും അവരെ ഇവിടെ ആ ഫോട്ടോസ് എല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് വേറെ ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതിന് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളെ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഫയൽ എന്നുണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിലേക്കാണ് പോവുക. അങ്ങനെ വേറെ ടെംപ്ലേറ്റ് എടുത്ത് നോക്കാം. അപ്പോൾ അതിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഒരു ത്രികോണത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ റൗണ്ടിൻ്റെ ഉള്ളിലോ ഒക്കെ കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതിലിപ്പോൾ ഡയറക്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പരന്ന് എടുക്കുക ചെയ്യാം. അപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ റൗണ്ടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വെക്കുമ്പോൾ നല്ല രസമുണ്ടാവും. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എലമെൻറ്റ്സ് എടുക്കുക. അതിലുണ്ടോ ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിൽ ഏതാ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യുക. റൗണ്ട് ഉണ്ട് കുറേ. ഓർഡർ എടുത്താൽ പല രീതിയിലും പല ഡിസൈനിലും കണ്ടോ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കണ്ടോ ഇങ്ങനെ ഒരു ഇത് വന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇങ്ങനെ വരിക കേട്ടോ. പുറമേക്കൊന്നും പരക്കൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി തമ്പനയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ വീഡിയോസിന് ക്ലിക്ക് വരാനും ഒക്കെ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ സമയമെടുത്ത് അടിച്ചൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല. അപ്പോൾ ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ മേലെ കണ്ടോ ഈ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഇനി ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ ഒന്ന് പ്രോസസ്സ് ആവാനുള്ള ടൈം ഉണ്ടായിനി. ഇനി ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ പ്രോസസ്സ് ആയി കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സായിട്ടുണ്ട് കണ്ടോ. ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി അതിൽ ഓപ്പൺ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ഗാലറിയിൽ ഇത് സേവ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ തമ്പനെയിൽ ഉണ്ടാക്കാൻ പണിയുള്ളത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇതിൽ ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഞാൻ എത്ര വീഡിയോ ഇട്ടാലും ആരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊന്നും ചെയ്യല. ഇപ്പോൾ കുറേ വീഡിയോ ആകെ 12 സബ്സ്ക്രൈബറൊക്കെ ഉള്ളൂ. അപ്പം ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ.